ഇതേ നമ്മുടെ മറൈൻ എക്സ്പോ കാണാൻ പോയതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതും കൊണ്ട് ഇതങ്ങ് അവസാനിപ്പിക്കാമെന്നാണ് എൻ്റെ ഒരു വിചാരം. അവിടെ കണ്ട കടൽ കാഴ്ചകളുടെ വീഡിയോ ആയിരുന്നു ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തേതിൽ വളയും മാലയും പൊട്ടും ചാന്തും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം. ഒരുപാട് തരത്തിലുള്ള അച്ചാറുകൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ മനസ്സിനെ പറഞ്ഞ് ബലപ്പെടുത്തിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അച്ചാറുകളൊക്കെ കാണും, ടേസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്, വാങ്ങിക്കരുത് എന്നൊക്കെ. പക്ഷെ അതുവഴി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മണമൊക്കെ അടിച്ചപ്പം ഇമ്മിണി തന്നത് വാങ്ങിച്ചങ്ങ് കഴിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്ന് വലിയൊരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അവിടുന്ന് അവർ പാനിപ്പൂരി മേടിച്ചു. ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു കരിമ്പിൻ ജ്യൂസും കുടിച്ചു. അതോടെ നമ്മുടെ റോള് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവരുടെ ലോകമാണ്. കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം 2-3 ഒന്ന് കയറി നമ്മളിങ്ങോട്ട് പോരാൻ ഇറങ്ങുവാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു സമ്മേളന സ്ഥലത്തേക്ക് പോവുകയാണ്. അന്നായിരുന്നു ഗണേശോത്സവത്തിൻ്റെ ഘോഷയാത്ര വരുന്നത്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്കങ്ങ് തിരിച്ച് വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഘോഷയാത്ര കാണണമെന്നുണ്ട് നമ്മൾ അടുത്ത ജംഗ്ഷനിലോട്ട് പോകണം. ഇമ്മിണി ദൂരം ഉണ്ട്, ഒരു ഓട്ടോ വിളിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് മോനുകുട്ടൻ്റെയും ജാനിക്കുട്ടിയുടെയും ദേഹത്ത് ബാധ കയറിയ പോലെ ആയിപ്പോയി കേട്ടോ. അവർക്ക് എങ്ങോട്ട് ഓടണം, എതിലേ ചാടണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവർ ഇതിലൊക്കെ കയറി കുത്തി മറിയുന്ന കണ്ടുകൊണ്ട് കുഞ്ഞോയും പോയി നോക്കി നിൽക്കുന്നുണ്ട്. കുഞ്ഞോയെ അതിലത്തേനും കയറ്റാൻ പറ്റില്ലല്ലോ, അവൻ വീണ് പോയാലോ എന്ന് വിചാരിച്ച് അവനെ വിട്ടില്ല. അവൻ പിന്നെ ഇതിലേക്ക് ഞൂഴ്ന്ന് കയറി അവിടെ നിൽക്കുക കണ്ടോ. പിന്നെ കൊച്ചോള് ചെന്ന് അതിൻ്റെ വാതിക്കലോട്ടൊന്ന് നിർത്തി അതിങ്ങനെ ഡും ഡും അടിക്കപ്പോഴത്തേക്ക് താഴെ പേടിച്ചിറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് നമ്മൾ ഘോഷയാത്ര നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ കുറേ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. നമ്മളും ചെന്ന് അവിടെ കിട്ടിയ സ്ഥലത്തങ്ങ് ഇരുന്ന് നമ്മളൊരു ഒന്നൊന്നര ഇരിപ്പങ്ങ് ഇരുന്ന് പ്രിയങ്ങളെ. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഘോഷയാത്ര വന്നത്. എന്തായാലും ഇറങ്ങി തിരിച്ചു. നമ്മളത് കണ്ടേ പോകൂ എന്നുള്ള വാശിയിലാണ് അവിടെ ഇരുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടിരിക്കാൻ ഇമ്മിണി പാടുപെട്ട് ദാഹിക്കുന്നു, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു രസമൊന്നും ഇത്തവണത്തെ ഘോഷയാത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല കേട്ടോ. കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യമാണെന്നുണ്ട് അടിപൊളിയായിരുന്നു. നല്ല ബാസും സൂപ്പർ പാട്ടുകളും നല്ല എനർജറ്റിക് ആയിരുന്നു. അങ്ങനെ 3:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ കയറി.